കർണാടകയിലേക്ക് കൊണ്ടുപോയ തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞ സംഭവത്തിൽ വിവാദങ്ങൾ കൊഴുക്കുമ്പോൾ വയനാട്ടുകാരുടെ ഓർമ്മകൾ തിരികെ പോകുന്നത് 3 പതിറ്റാണ്ട് പഴക്കമുള്ള മറ്റൊരു സംഭവത്തിലേക്കാണ്. മുത്തങ്ങ വനമേഖലയിൽ 1995 പിടികൂടിയ ഒന്നരക്കൊമ്പൻ എന്ന കാട്ടാന ഏഷ്യയിലെ തന്നെ ഏറ്റവും തലയെടുപ്പുള്ള കാട്ടുകൊമ്പനായിരുന്നു. മയക്കുവെടിവെച്ച് കുങ്കിയാനകളുടെ സഹായത്തോടെ മുത്തങ്ങ പന്തിയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അന്ന് ഒന്നരക്കൊമ്പൻ ചരിഞ്ഞത്. മുത്തങ്ങ വനമേഖലയിലെ കല്ലൂർ, തോട്ടാമൂല, കമ്പളം ഭാഗങ്ങളിൽ കർഷകർക്ക് ശല്യമായി മാറിയ കാട്ടാനയായിരുന്നു ഒന്നരക്കൊമ്പൻ. ശല്യം സഹിക്കവയ്യാതായതോടെ 1995 ഒന്നരക്കൊമ്പനെ വനംവകുപ്പ് വെടിവെച്ച് പിടികൂടി. വനത്തിനുള്ളിൽ നിന്നാണ് അന്ന് ആനയെ മയക്കുവെടിവെച്ചത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും തലയെടുപ്പുള്ള ആനയായിരുന്നു ഒന്നരക്കൊമ്പൻ. ഈ കൊമ്പനെ കുങ്കിയാനയാക്കാനുള്ള ശ്രമവും വനംവകുപ്പ് ആരംഭിച്ചു. കുങ്കിയാനകളെക്കാൾ വലിപ്പമുള്ള ഒന്നരക്കൊമ്പനെ വരുതിയിലാക്കി പന്തിയിലേക്ക് കൊണ്ടുവരികയെന്നത് പ്രയാസമുള്ള പണിയായിരുന്നു. എങ്കിലും മുത്തങ്ങ ആനപ്പന്തിയിലെ മിടുക്കരായ 2 കുങ്കിയാനകളുടെ സഹായത്തോടെ ഒന്നരക്കൊമ്പനെ എത്തിക്കാനുള്ള ശ്രമം തുടങ്ങി. പന്തിയിൽ നിന്ന് 1.5 കിലോമീറ്റർ അകലത്തിൽ വെച്ചാണ് അന്ന് മയക്കുവെടി വെച്ചത്. വാഹന സൗകര്യം കുറവായിരുന്ന കാലത്ത് നടത്തിക്കൊണ്ടുവരികയായിരുന്നു ഒന്നരക്കൊമ്പനെ. മയക്കുവെടി ഉതിർത്തെങ്കിലും ആദ്യ ദിനത്തിൽ പന്തിയിലേക്ക് എത്തിക്കാനായില്ല. അതിനിടെ പലപ്പോഴും കൊമ്പൻ കുങ്കിയാനകളെ കബളിപ്പിച്ച് തിരിഞ്ഞോടാനുള്ള ശ്രമവും നടത്തി. പലപ്പോഴായി മയക്കുവെടി വെച്ച് ആനയെ നിയന്ത്രിച്ചാണ് കൊണ്ടുവന്നത്. തുടർന്ന് 2ാം ദിവസം പന്തിയുടെ 500 മീറ്റർ അടുത്തെത്തിയപ്പോഴേക്കും ഒന്നരക്കൊമ്പൻ ചെരിയുകയായിരുന്നു. അങ്ങനെ ഒന്നരക്കൊമ്പനെ കുങ്കിയാനയാക്കി മാറ്റാനുള്ള ശ്രമം അവിടെ അവസാനിച്ചു. മലനാട് ന്യൂസ്, ബത്തേരി.